ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കൺട്രോൾ സിസ്റ്റമാണ്. ഈ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇതാണ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. നമുക്കിനി ഇതിലെ ഓരോ ബ്ലോക്കുകളൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ പോയിൻ്റ് ചെയ്തിരിക്കുന്നതാണ് റഫറൻസ് ഇൻപുട്ട്. അതുപോലെ ഇപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് ചെയ്തിരിക്കുന്നതാണ് എറർ ഡിറ്റക്ടർ. ഈ എറർ ഡിറ്റക്ടറിൻ്റെ മുകളിലായിട്ട് എറർ സിഗ്നലും ഉണ്ട്. അതുപോലെ റഫറൻസ് ഇൻപുട്ടും എറർ സിഗ്നലും ഒരുമിച്ച് വരുന്ന ഒരു ബ്ലോക്കാണ് ഈ എറർ ഡിറ്റക്ടർ. ഇനി അടുത്താണ് കൺട്രോളർ. ഈ കൺട്രോളറിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ കൺട്രോൾ എലമെൻറ്റുകൾ കാണപ്പെടുന്നു. അതുപോലെ കൺട്രോൾ സിഗ്നലുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ കൺട്രോൾ സിഗ്നൽ അടുത്ത ബ്ലോക്കായ പ്ലാന്റിലേക്ക് എത്തുന്നു. ഈ പ്ലാന്റിന് മുകളിലായി ഡിസ്റ്റർബൻസ് സിഗ്നൽസ് കാണപ്പെടുന്നു. അതുപോലെ പ്ലാന്റിൽ ഡിസ്റ്റർബൻസ് സിഗ്നൽസും വരുന്നു, അതുപോലെ കൺട്രോൾ സിഗ്നലും വരുന്നു. ഈ പ്ലാന്റിലാണ് നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ലഭിക്കുക. അതുപോലെ ഈ ഔട്ട്പുട്ട് ഒരു ഫീഡ്ബാക്ക് എലമെൻറ്റ് വഴി എറർ ഡിറ്റക്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് എലമെൻ്റാണ് ഫീഡ്ബാക്ക് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്ത് എറർ ഡിറ്റക്ടറിലേക്ക് നൽകുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കൺട്രോൾ സിസ്റ്റം എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ട ബ്ലോക്കുകൾ. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻപുട്ടായ റഫറൻസ് ഇൻപുട്ട് നൽകുകയാണ്. അപ്പോൾ എറർ ഡിറ്റക്ടറിലാണ് ഈ റഫറൻസ് ഇൻപുട്ട് നമ്മൾ നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ, ഈ ഒരു ബ്ലോക്കിൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റഫറൻസ് ഡിറ്റക്ടർ ഫീഡ്ബാക്ക് സിഗ്നലിനും അതുപോലെ റഫറൻസിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതുപോലെ മുകളിൽ പറഞ്ഞ എറർ സിഗ്നലും, ഈ മൂന്ന് കാര്യങ്ങളും എന്ത് ചെയ്യുന്നതാണ് ഈ എറർ ഡിറ്റക്ടറിൽ കമ്പാരിസൺ നടത്തും. അങ്ങനെ ഈ എറർ ഡിറ്റക്ടറിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എറർ സിഗ്നൽ എന്ത് ചെയ്യും അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ എറർ സിഗ്നൽ നേരെ പാസ് ചെയ്യുന്നത് അടുത്ത ബ്ലോക്കായ കൺട്രോളറിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ കൺട്രോളറിൽ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞു, കൺട്രോളറിൽ ഒരുപാട് കൺട്രോൾ എലമെൻറ്റുകൾ കാണപ്പെടുന്നത്. അതായത് വ്യത്യസ്ത തരത്തിലുള്ള കൺട്രോൾ എലമെൻറ്റുകളാണ് കാണപ്പെടുന്നത്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, അവിടെ നിയന്ത്രണങ്ങളാണ് മെയിനായിട്ട് വരുന്നത് ഈ ബ്ലോക്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കൺട്രോൾ എലമെൻറ്റുകളുടെ പ്രവർത്തനം മൂലം ഈ കൺട്രോളർ എന്നുള്ള ഈ ബ്ലോക്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോൾ സിഗ്നൽ അവിടെ എന്ത് ചെയ്യും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ കൺട്രോൾ സിഗ്നൽ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബ്ലോക്കായ പ്ലാന്റിലേക്ക് കൈമാറപ്പെടും. ഈ പ്ലാന്റിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് സിഗ്നൽ ഉണ്ട്, അതുപോലെ കൺട്രോളറിൽ നിന്ന് വരുന്ന കൺട്രോൾ സിഗ്നലും. ഇവ രണ്ടും ഉപയോഗിച്ചിട്ടാണ് പ്ലാന്റ് എന്ത് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു സിഗ്നൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഫീഡ്ബാക്ക് എലമെൻറ്റ് നിങ്ങൾക്ക് കാണാം, ഈ ഫീഡ്ബാക്ക് എലമെൻറ്റിലേക്ക് വരും. ഈ ഫീഡ്ബാക്ക് എലമെൻറ്റുകൾ ഉപയോഗിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്ന ഫീഡ്ബാക്ക് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫീഡ്ബാക്ക് സിഗ്നൽ തിരിച്ച് എവിടെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എറർ ഡിറ്റക്ടറിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ മാതിരി എറർ സിഗ്നലുണ്ട്, ഇൻപുട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്, വീണ്ടും നേരത്തെ പറഞ്ഞ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. അതിലെ ഫസ്റ്റ് വണ്ണാണ് വാഷിംഗ് മെഷീനുകൾ. ഇപ്പോൾ വിപണിയിൽ ലഭ്യമാകുന്ന വാഷിംഗ് മെഷീനുകളാണ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളാണ്. നേരത്തെ വാഷിംഗ് മെഷീനുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാനുവലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ടൈം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ അതിൽ വസ്ത്രങ്ങളെല്ലാം ഇട്ടതിന് ശേഷം അതിലാവശ്യമുള്ള ഡിറ്റർജൻറ്റ് ഇട്ടതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ആ ടൈമും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അത് സ്വയം അലക്കി ഡ്രൈ ആക്കി നമുക്ക് തരും. അതാണ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. അത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രോൾ സിസ്റ്റമാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷനാണ് എയർ കണ്ടീഷനിങ്. അതായത് പഴയ എ സി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ തണുപ്പും കാര്യങ്ങളെല്ലാം നമ്മളതിൽ സെറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ക്ലൈമറ്റ് അതിനനുസരിച്ച് നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആവശ്യത്തിനനുസരിച്ചുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവ് അത് എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് തരും. അതുപോലെ റെഫ്രിജറേറ്ററുകൾ, അതുപോലെ മൈക്രോവേവ് ഓവൻ എന്നിവ ഒക്കെ ഈ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷനുകളാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് കൺട്രോൾ സിസ്റ്റമാണ്. അതിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വാഹനങ്ങളുടെ ഉൽപ്പാദന മേഖലയിലാണ് ഇത് പ്രധാനമായും അപ്ലൈ ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു ദിവസം ഒരുപാട് പ്രൊഡക്ഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് നിലവിലെ വിപണി അനുസരിച്ച്. അപ്പോൾ മുൻകാലങ്ങളിൽ അവ ഓരോ വാഹന ഉൽപ്പാദന മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യൻസ്മാരുടെ എണ്ണം വളരെ അധികമായിരുന്നു. പക്ഷേ എന്നാലും ഒരു പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു, അതിൻ്റെ തോത് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കൺട്രോൾ സിസ്റ്റവും ഓട്ടോമേഷനും എല്ലാം ഈ മേഖലയിൽ വളർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങളുടെ ഉൽപ്പാദനം ഇന്ന് വളരെയധികം ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ ഇതുവഴി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു മേഖലയിൽ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ഗുണം ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ട്രാഫിക് കൺട്രോൾ. അതായത് ട്രാഫിക് സിഗ്നലുകളിൽ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ എന്താണ്, ഇത്തരത്തിലുള്ള കൺട്രോൾ സിസ്റ്റമാണ്. അതുപോലെ കൺവെയർ ബെൽറ്റ്. ഈ കൺവെയർ ബെൽറ്റിലെ സ്പീഡ്, അതായത് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കണം ഈ കൺവെയർ ബെൽറ്റുകളെല്ലാം തിരിയേണ്ടത്. പക്ഷേ ഇവിടെ ആ കൺവെയർ ബെൽറ്റിൻ്റെ സ്പീഡ് കോൺസ്റ്റൻറ്റ് സ്പീഡിലാണോ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത നിശ്ചിത സ്പീഡിലാണോ എന്നെല്ലാം ഉറപ്പ് വരുത്തുന്നത് ഈ കൺട്രോൾ സിസ്റ്റമാണ്. അതുപോലെ എസ്കലേറ്റർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഷോപ്പിംഗ് മാളുകളിലൊക്കെ നമ്മൾ നിത്യമായി കാണുന്നതാണ് എസ്കലേറ്ററുകൾ. അപ്പോൾ ഇവിടെയും നമ്മുടെ ഈ കൺട്രോൾ സിസ്റ്റം ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരുപാട് സാറ്റലൈറ്റുകൾ ബഹിരാകാശത്തേക്കൊക്കെ വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവയുടെ പൊസിഷൻ നിലനിർത്താനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഭൂമിയുമായി ഈ സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ നിലനിർത്താൻ നമ്മൾ കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഏഴാമത്തെ പോയിൻ്റാണ് സെൻസറുകൾ. അതായത് ഇപ്പോൾ നിലവിൽ BS6 വാഹനങ്ങളാണ്. അപ്പോൾ ഈ BS6 വാഹനങ്ങളിൽ ഒരുപാട് സെൻസറുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സെൻസറുകളെല്ലാം എന്താണ് കൺട്രോൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കൺട്രോൾ സിസ്റ്റമാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മിസൈൽ ലോഞ്ചിങ് സിസ്റ്റത്തിൽ, അതായത് മിസൈൽ ലോഞ്ചിങ് സിസ്റ്റത്തിൽ കൺട്രോൾ ചെയ്യാനും, അതായത് ലോഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ഷേപിക്കാൻ, മിസൈലുകളെല്ലാം വിക്ഷേപിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ കൺട്രോൾ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്.